Assalamualaikum, welcome back to our channel Ishani Brahma. അപ്പോൾ ഗയ്സ് നമ്മൾ ഇന്ന് പോകുന്നത് നമ്മളെ ഒരു ഇസാക്ക അങ്കിളുടെ അടുത്താണ് നമ്മൾ ഇപ്പോൾ പോകുന്നത്. അവിടെ പിന്നെ ഒരു സർപ്രൈസും കൂടി ഉണ്ട്. നമുക്ക് അവിടെ പോയിട്ട് നമ്മൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ ഒരു അടിപൊളി വ്ളോഗായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പൊ നമുക്കൊന്ന് കാണാട്ടോ. ഗൈസ്, ഇതാണ് നമ്മളെ സർപ്രൈസ്. എങ്ങനെയുണ്ട്? ഇത് നമ്മളെ ഇസാക്ക അങ്ങളുടെ കുതിരയാണ്. നമുക്ക് ഇസാക്ക അങ്ങളെ പരിചയപ്പെടാം. അപ്പൊ നിങ്ങൾക്ക് ഇത് എപ്പോ മുതലാണ് ഇത് വളർത്താൻ ആഗ്രഹം ഉണ്ടായത്? എനിക്ക് ചെറുപ്പം മുതൽ കുതിരയോട് കമ്പുണ്ടായിരുന്നു. ചെറുപ്പത്തിൽ എൻ്റെ ഉമ്മാൻ്റെ ഒരു ജ്യേഷ്ഠത്തിൻ്റെ വീട് കോയമ്പത്തൂർ ഊട്ടി ഭാഗത്താണ്. അവിടെ പോകുമ്പോൾ കുതിരനെക്കാളും കുതിരയിൽ കയറിയിരിക്കും, റൈഡ് ചെയ്യും. അപ്പോൾ നമ്മുടെ നാട്ടിൽ കാലാവസ്ഥയിൽ യോജിക്കുമോ എന്നുള്ളൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ഇപ്പോൾ 5 കൊല്ലമായിട്ട് കേരളത്തിൽ മൊത്തത്തിൽ കുതിര ഒരു ട്രെൻഡായിട്ട് മാറിയിട്ടുണ്ട്. കേരളം മൊത്തം കുതിരയാണ് ഇപ്പോൾ. അപ്പോൾ ആ ഒരു ഇതിൽ ഞാനിപ്പോൾ എടുത്തു. എല്ലാം യോജിക്കുന്നുള്ള കാലാവസ്ഥയിൽ ഇത് വളരുന്നുള്ള ഒരു ഉറപ്പ് വന്നു, അങ്ങനെ എടുത്തു. ഇത് ഞാൻ കൊണ്ടുവന്നിട്ട് ഇപ്പോൾ ഒരു 5-6 മാസമാവും. ഇതിന് ഞാനായിട്ടിട്ട പേരല്ല, ഞാൻ കൊണ്ടുവരുമ്പോൾ തന്നെ അവരവിടുന്ന് കല്യാണി എന്നാണ് വിളിക്കുന്നത്. കാരണം ഞാൻ കൊണ്ടുവന്ന പാലക്കാട് നിന്നാണ്. അപ്പോൾ ആ ഒരു തമിഴ് ടച്ചുള്ള ഏരിയയാണ്, ബോർഡറാണ്. അപ്പോൾ അവർ ചോവയിൽ പേരിട്ടുള്ള കല്യാണി എന്നാണ്. ആ പേര് തന്നെയാണ് ഇപ്പോഴും ഇവിടെ വിളിക്കുന്നത്, കല്യാണി. ഇതിന് 4 വയസ്സ് കഴിഞ്ഞു. അപ്പൊ എല്ലാം പറയുന്നുണ്ട് ഇനി ഡെയിലി എത്ര എക്സ്പെൻസ് എല്ലാം വരുന്നത്? കുറച്ച് നല്ലോണം ഉണ്ടാവും. ഇത് എത്രയാണ് ഡെയിലി? ഇത് എന്ന് വെച്ച് കഴിഞ്ഞാല് പോണി കുതിരയാണ്. പോണി കുതിരയിൽ തന്നെ നല്ല ഗ്രോത്ത് കൂടിയത്, ഹൈറ്റ് വെച്ച കുതിരയാണ്. സാധാരണ പോണി കുതിര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഹൈറ്റ് കുറവായിരിക്കും.
ഈ പോണി കുറച്ചും കൂടി ഗ്രോത്ത് ഉള്ള സൈസുള്ള പോണിയാണ്. ഇതിനൊരു ദിവസം കൂടിപ്പോയ 50 റുപ്യ, 2 കിലോ തവിട്. പിന്നെ നമ്മൾ സാധാരണ നമുക്ക് ഇവിടെയൊക്കെ സുലഭമായിട്ട് കിട്ടുന്ന പച്ചപ്പുല്ല് അതൊക്കെ തിന്നോളൂ ഇത്. അപ്പൊ ഇങ്ങനത്തെ കൊറോണത്തിന് വാങ്ങാൻ ആഗ്രഹമുണ്ടോ? ആഗ്രഹമുണ്ട്, പക്ഷെ നമ്മളെ സാഹചര്യമാണ് ഇപ്പോൾ കൊറോണയും കാര്യമെല്ലാം ആയതുകൊണ്ട്. ഇപ്പം ഞാൻ ഇതിനെ സെയിൽ ചെയ്തു ഓൾറെഡി. വേറൊരു ഹബീബ് എന്ന് പറയുന്ന ഒരു ഹോഴ്സ് റൈഡൊക്കെ ക്ലാസ്സും ഇതൊക്കെ കൊടുക്കുന്ന ഒരാളാണ്. സ്റ്റഡിങ് ഫാമുള്ള ഒരാൾ, മലപ്പുറം കോഴിക്കോട് ഭാഗത്തുള്ള ആളാണ്. അയാൾക്ക് ഇതിനെ ഇതിൻ്റെ വണ്ടിയുണ്ട് ബാക്കിൽ കെട്ടി വലിക്കുന്നത്. ഇത് രണ്ടും ഞാൻ സെയിൽ ചെയ്തു. ഞാനിനി വാങ്ങാൻ പോകുന്ന മാർവാടി വലിയ ഹോഴ്സാണ്. നമുക്ക് വലിയ സൈസ്, എനിക്ക് റൈഡ് ചെയ്യാൻ പറ്റുന്ന, ഇരുന്ന് റൈഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. ഇതിപ്പോൾ ഒരു 15-16 വയസ്സ് വരെയുള്ള കുട്ടികൾക്കും അങ്ങനെ ഹൈറ്റ് കുറഞ്ഞവർക്ക് മാത്രമേ ഇതിൽ റൈഡ് ചെയ്യാൻ പറ്റൂ. പിന്നെ റൈഡ് ചെയ്യണമെങ്കിൽ വണ്ടി കെട്ടിയിട്ട് വലിക്കണം. കാട്ട് എന്ന് പറയുന്ന വണ്ടി ഉണ്ട്, എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അത് ഞാൻ അവർക്ക് കൊടുത്തിട്ട് അവരുടെ അടുത്ത് നിന്ന് വലിയ കുതിരനെ ഓൾറെഡി സെയിലായി. ഇന്ന് വൈകിട്ട് അവർ ഇവിടെ എത്തിയിട്ട് ഇതിനെ തിരിച്ചു കൊണ്ടുപോകും. പെട്രോൾ എക്സ്പെൻസ് കൂടുന്നുണ്ട്, ഇതിനുകൊണ്ട് ഉപകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം ഒരു ടൗണിലേക്ക് പോകാൻ ഒരു 3-4 കിലോമീറ്ററിലും ദൂരമാണെങ്കിൽ കുതിരയുള്ളവർക്ക് സുഖമായിട്ട് പോയിട്ട് അതേപോലെ തിരിച്ചു വരാം. എക്സ്പെൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്രോൾ എക്സ്പെൻസ് കുറക്കാം. പിന്നെ ഒരു മൃഗസ്നേഹം എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. പെട്രോൾ എക്സ്പെൻസ് മാത്രമല്ല, പൊതുവേ പെട്രോളിൻ്റെ വില ഡെയിലി കൂടിക്കൊണ്ടിരിക്കുന്നത്. ഡെയിലി മെയിൻ്റെനൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആഴ്ചയിൽ 1-2 പ്രാവശ്യം നിർബന്ധമായിട്ട് ഇതിനെ കുളിപ്പിക്കണം. പിന്നെ നമുക്ക് ഡെയിലി പറ്റുകയാണെങ്കിൽ, പറ്റാനല്ല നമ്മൾ ചെയ്യണം നിർബന്ധമായിട്ടും, ഇതിൻ്റെ കാലിൻ്റെ കുളമ്പ് ക്ലീൻ ചെയ്യണം. കാലിൻ്റെ കുളമ്പ് ഇത് ഈ ഭാഗം ക്ലീൻ ചെയ്ത് കൊടുക്കണം ഡെയിലി. അതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള വർക്ക്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രഷ് വെച്ചിട്ട് ഗ്രൂം ചെയ്ത് കൊടുക്കണം. മൊത്തം ബോഡിയെല്ലാം മസാജ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റായിട്ട് നടക്കും. കുറുമ്പുണ്ട്, പൊതുവെ പോണി കുതിരയ്ക്ക് കുറച്ച് കുറുമ്പ് കൂടുതലായിരിക്കും. പിന്നെ കുട്ടികളൊക്കെ കാണുമ്പോൾ, പ്രത്യേകിച്ച് കുട്ടികളോട് ഭയങ്കര കാര്യമാണ്. അപ്പോൾ അവരെ കാണുമ്പോൾ അവരടുത്ത് പോകാനും അവരൊന്ന് തൊടാനൊക്കെ ശ്രമിക്കും. ഇത് അതല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് കുറുമ്പൊന്നുമില്ല. നമ്മളെ നാടൻ കുതിര ആയതുകൊണ്ട് കുഴപ്പമില്ല. ഈ പോണി ടൈപ്പ് കുതിരക്ക് മഴ കൊണ്ടാലൊന്നും വലിയ പ്രശ്നമില്ല. പക്ഷെ ഡെയിലി നമ്മൾ അതൊരു ശീലമാക്കരുത്. ഒരു ദിവസം 1 ദിവസം എല്ലാം നമുക്ക് മഴ കൊണ്ടാൽ പ്രശ്നമില്ല. മഴ തന്നെ കെട്ടിയിടാൻ പാടില്ല. സ്റ്റേബിളെല്ലാം നല്ല വൃത്തിയുള്ള സ്റ്റേബിളായിരിക്കണം, ചളിയില്ലാതെ. മെയിൻ അതാണ്. കുളമ്പ് രോഗം അത് നന്നായിട്ട് ശ്രദ്ധിക്കണം. ചളിയിലാണെങ്കിൽ എപ്പോഴും കെട്ടുന്ന ചളിയിലാണെങ്കിൽ കുളമ്പ് രോഗം വരും. കുതിരയ്ക്ക് അത് വലിയൊരു ബുദ്ധിമുട്ടായി മാറും. ഇതിൻ്റെ മെയിൻ ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കാല് തന്നെയാണ്. കാല് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. ഇതൊരു ബുദ്ധിമുട്ടല്ല. എനിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിനോട് സ്നേഹമുള്ളവരോട് ഞാൻ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. തീർച്ചയായിട്ടും വരണം, വന്നിട്ട് കുതിരനെ കാണണം, റൈഡ് ചെയ്യണം എന്നേ ഞാൻ പറയൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ വിളിക്കാൻ വരാം. ഞാനിപ്പോ ഇത് ഗിഫ്റ്റൊന്നും ഇട്ടിട്ടില്ല, സാധാരണ മുകളിൽ ഇരുത്തിട്ട് ഞാൻ ഇതിൽ നടന്നു. കയറി കഴിഞ്ഞാൽ ഇത് മുറുക്ക പിടിച്ചാണ് കേട്ടാ. ഇതാണ് നമ്മളെ കുതിര വണ്ടി. മിസ്സാക്കങ്ങൾ കൊടുക്കുന്നുണ്ട്. നമുക്ക് കൈ വെച്ചോണ്ട് നമുക്ക് ഇരിക്കാൻ പറ്റിയിട്ട. നമുക്ക് കയറണം ആഗ്രഹം ഉണ്ടായിന്. ഇത് ഇന്ന് ലാസ്റ്റ് ഡേ ആയോണ്ട് നമുക്ക് കയറിയിട്ട. കൊറോണ കഴിഞ്ഞിട്ട് ആ മിസ്സാക്കങ്ങൾ ഇത് എടുക്കുമായിരിക്കും. അപ്പൊ ഇൻഷാ അല്ലാഹ് നമുക്ക് കയറാം. ഹോസ് കൂടാതെ പിന്നെ നമ്മളെ ഒരു ആടും കൂടി ഉണ്ട് കേട്ടാ. അപ്പം ഇതിന്റെ പേര് ഇതിന്റെ പേര് സുൽത്താൻ എന്നാണ് വെച്ചിട്ടുള്ളത്. ഇതിന് പേരിട്ടുള്ളത് സുൽത്താൻ എന്നാണ്. വയസ്സ് 2.5 വയസ്സായി ഇതിന്. ഇത് ഹൈദരാബാദ് ബീറ്റിൽ എന്ന് പറയുന്ന ഇനത്തിൽപ്പെട്ടതാണ്. പാവാണ്, അതൊന്നും ചെയ്യൂല ആര്. നല്ല സ്വഭാവമാണ്. ഇനിയും വലുതാവും. ഇത് നല്ല ഒരു ഏകദേശം 1 കിണ്ടലുള്ള വെയിറ്റ് വരും ഇതിന്. ചെവി പിടിച്ചു കഴിഞ്ഞാൽ അനങ്ങൂല. ആർക്ക് വേണമെങ്കിലും കൊണ്ടു കിടക്കാം ചെവി പിടിച്ചിട്ട്. ഇല്ല കുത്തൊന്നും ചെയ്യില്ല. ആരും ഒന്നും ഉപദ്രവിക്കാത്ത ആളാണ്. ഒരു ചെറിയ ഫാമല്ല, പിന്നെ ഇങ്ങനത്തെ വലിയ ഫാം ആക്കിയിട്ട് നമ്മ
നമുക്ക് വ്ളോഗ് എടുക്കാനായിട്ട് വരാൻ തീർച്ചയായും നമ്മ വൈൻഡപ്പ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇനിയും നമ്മളെ വ്ളോഗിന്റെ പേര് ഈശാനി മാളോജ്. അപ്പം സബ്സ്ക്രൈബ് ബട്ടൺ ചെയ്യണം. ഫ്രണ്ട്സിനോടെല്ലാം പറഞ്ഞു സബ്സ്ക്രൈബ് ചെയ്യും, ലൈക്ക് ചെയ്യും, മാക്സിമം സപ്പോർട്ടിങ് ചെയ്യുന്നുണ്ട്. കമന്റ് ഓക്കെ, തീർച്ചയായും. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.